കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഈ ചെന്നൈക്ക് സമീപമുള്ള എണ്ണൂറിൽ എണ്ണ ടാങ്കറുകളൊക്കെ ചോർന്ന് വ്യാപകമായി ആ പ്രദേശത്തെ ജലാശയങ്ങളിലേക്കെല്ലാം എണ്ണ പടർന്നത്. അങ്ങനെ ആ പ്രദേശത്തെത്തിയ പെലിക്കൻ ഉൾപ്പെടെയുള്ള ദേശാടന പക്ഷികൾ എണ്ണ കലർന്ന ഈ ജലാശയത്തിൽ ഇറങ്ങുകയും അവയ്ക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുകയൊക്കെ ചെയ്തു. അവയ്ക്ക് പറക്കാൻ സാധിക്കാത്ത വിധമായിരുന്നു ഈ ചിറകുകളിലൊക്കെ എണ്ണ കലർന്നത്. അങ്ങനെ ഈ വനം വകുപ്പും നിരവധി മൃഗസ്നേഹികളൊക്കെ രംഗത്ത് വരികയും ഈ പെലിക്കണുകളെയൊക്കെ രക്ഷപ്പെടുത്തി ഇവയ്ക്ക് ചികിത്സ നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ 2 മാസത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഈ പെലിക്കണുകളെ പറത്തി വിട്ടിരിക്കുകയാണ് തമിഴ്നാട് വനം വകുപ്പ്. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് പരിക്കുകൾ ഭേദമായ പെലിക്കണുകൾ അങ്ങനെ ജീവിതത്തിലേക്ക് പറക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കൂടുതൽ കാര്യങ്ങൾ വിനയുണ്ണി പറഞ്ഞു തരും. വിനയ്, എന്തായാലും വനം വകുപ്പിനും ഒപ്പം നിന്ന മൃഗസ്നേഹികൾക്കും നല്ലൊരു കയ്യടി നൽകാം. നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? തിരികെ ജീവിതത്തിലേക്ക് പറക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്, സന്തോഷമാണ്. എങ്ങനെയായിരുന്നു ഇവയെ ശുശ്രൂഷിച്ചത്? എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഈ വെള്ളപ്പൊക്കം ചെന്നൈ മുക്കി കളഞ്ഞത്. ആ സമയത്താണ് ചെന്നൈക്ക് പുറത്ത് എണ്ണൂർ എന്ന ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു ഓയിൽ ടാങ്ക് അത് ചോരുകയും ഈ പ്രദേശത്തെ ജലസംഭരണികളും ജലാശയങ്ങളെല്ലാം തന്നെ എണ്ണ പടരുകയും ചെയ്തത്. ഈ പ്രദേശം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി ദേശാടന പക്ഷികൾ വരുന്ന ഒരു സ്ഥലമാണ്. അവയ്ക്ക് പറ്റിയൊരു ക്ലൈമറ്റും അത്തരത്തിലൊരു പ്രദേശം കൂടിയാണ്, ജിയോഗ്രാഫി കൂടിയാണ് ആ പ്രദേശം എന്ന് പറയുന്നത്. ഈ എണ്ണ പടർന്ന ശേഷമാണ് പെലിക്കൻ പക്ഷികൾ ഈ ദേശാടന കിളികളും മറ്റും ഇവിടേക്ക് വന്നത്. പക്ഷേ ഈ എണ്ണ പടർന്നത് അറിയാതെ ഈ ജലാശയത്തിൽ ഇറങ്ങുകയും പിന്നീട് അവയ്ക്ക് പറന്നു പോകാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ കാര്യങ്ങൾ മാറുകയും ചെയ്തു. കാരണം എണ്ണ പടർന്ന ഈ ജലം ഇവിടെ ചിറകിൽ പറ്റി പിടിച്ച് ഇവയ്ക്ക് പറക്കാൻ പറ്റാത്ത അവസ്ഥയെ മാത്രമല്ല ധാരാളം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഈ പക്ഷികൾക്ക് വന്നു. ഇതോടുകൂടിയാണ് പല NGOകളും മൃഗസ്നേഹികളും എല്ലാം രംഗത്ത് വരികയും എണ്ണൂറിൽ നിന്ന് ഈ പക്ഷികളെല്ലാം രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്തു. അന്ന് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീട് 2 മാസത്തോളം നീണ്ട ഒരു ശുശ്രൂഷയായിരുന്നു NGOകൾ നടത്തിയത്. മാത്രമല്ല വനം വകുപ്പും ഇവർക്ക് ഒരു സപ്പോർട്ടുമായി നല്ല കാര്യം ചെയ്തിരിക്കുകയാണ്. ഒരു പ്രധാന പ്രശ്നം ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, ഈ എണ്ണ ഇങ്ങനെ വ്യാപകമായി പടർന്നതോടെ അവിടുത്തെ മനുഷ്യർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പല ഫലങ്ങളും ഇപ്പോൾ അവിടെ പലരും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്.